നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഷുവർ. ഫോഴ്സ് ഓഫ് ഫെയ്ത്ത് സംഘടിപ്പിക്കുന്ന ഫേസ് ഓഫ് ഫെയ്ത്തിന്റെ എന്റെ ഇസ്ലാം അനുഭവം എന്നിട്ടുള്ള ഈ വിഷയത്തില് ഇന്ന് 6ാമത്തെ ക്ലാസ് ആണ്. ഇൻഷാ അല്ലാ എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ഹാർദ്രമായിട്ടുള്ള സ്വാഗതം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് റെപ്പറ്റീഷന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചായിരുന്നു. നമ്മുടെ ലൈഫിൽ തുടർച്ചയായി നടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റങ്ങളും അത് നമ്മളുടെ ഒരു ഹാബിറ്റായി മാറുന്നതും അത് ആ ഒരു കാര്യം നമ്മളിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം കൂടെ ആയിരുന്നു നമ്മൾ ആ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ഒരുപാട് ഫീഡ്ബാക്കുകൾ കിട്ടി. പേഴ്സണലായിട്ട് ഒരുപാട് പേര് ആ ഒരു വിഷയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആ ഒരു വിഷയത്തിലുള്ള അവരുടെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്തു. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത്തരത്തിലുള്ള ഒരു അനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു അനുഭവമായിരിക്കും എന്നുള്ളത് മാത്രമാണ് ഇവിടെ എടുത്തു പറയാനുള്ളത്. ഇൻഷാ അല്ലാ ഇന്ന് വേറൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്റെ ലൈഫിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാവുന്ന ഒരു ലൈഫിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, വേറൊന്നുമല്ല, നിങ്ങൾ ടൈറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ടീനേജ് ദ ഫൗണ്ടേഷൻ ഓഫ് ടുമോറോ എന്നാണ്. എന്താ പറയാ, കൗമാരം എങ്ങനെയാണ് നാളെയുടെ അടിത്തറയായി മാറുന്നത് എന്നുള്ളത്. നമ്മളുടെയൊക്കെ ടീനേജ് കഴിഞ്ഞു പോയ ആളുകൾ ഉണ്ടായിരിക്കും ഇതില്. ചിലപ്പോൾ ഇൻഷാ അല്ലാ കേൾക്കുന്ന ആളുകളിൽ ടീനേജ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. എനിക്ക് ഒരുപാട് ടീനേജ് കുട്ടികളായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. ഞാൻ കോളേജുകളിൽ ക്ലാസ് എടുക്കാൻ പോയ സമയങ്ങളിൽ അവിടുന്ന് കുറച്ച് കുട്ടികളെ പല കോളേജുകളിലായിട്ടും അൽഹംദുലില്ലാ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ സംഘടിപ്പിക്കുന്ന പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അനുഭവമായിട്ടും മറ്റു വിഷയങ്ങളും അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടീമിനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്നും പഠിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളും കൂടെയാണ് ഇൻഷാ അല്ലാ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ചർച്ചയില്ല, വെറുതെ ഒരു കാര്യം, ഒരു സംസാരം എന്നുള്ളത് മാത്രമാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോ ആ ഒരു ടീനേജിലൂടെ കടന്നുപോയ ആളുകളാകുമ്പോൾ നിങ്ങളെ മൈൻഡ് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഒന്ന് ടീനേജിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. നമ്മൾ എപ്പോഴും എടുത്ത് ചിന്തിക്കാറുള്ള അല്ലെങ്കിൽ നമ്മളെ കുട്ടികളുടെ അടുത്തൊക്കെ നമ്മൾ പറയാറുള്ള ഒരു ഇതാണ് എന്റെ ഈ പ്രായത്തില് എന്നുള്ള രീതിയിൽ അല്ലെ ഉണ്ടാവാറില്ലേ. എന്റെ ഈ പ്രായത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെ ആയിരുന്നു എന്നൊക്കെ അങ്ങനെ പറയുന്ന വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം നമ്മളിങ്ങനെ ഓർത്തെടുക്കുന്ന ജീവിതത്തിന്റെ വളരെ സുന്ദരമായിട്ടുള്ള കാലഘട്ടം. ഒരു 13 മുതൽ 14, 15, 16, 17, 18, 19 വയസ്സിലെ ആ ഒരു കാലാണ് ടീനേജ് എന്ന് പറയുന്നത്. അപ്പോ അതില് നമ്മളിൽ ഉണ്ടായത് എന്താണ്, എന്നിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഇൻഷാ അല്ലാ അവിടെ പറയാൻ പോകുന്നത്. പലപ്പോഴും നമുക്ക് ഫാമിലി ആയിട്ട് അറ്റാച്ച്മെന്റ് കുറയുകയും അവിടുന്ന് ഡിറ്റാച്ച്ഡ് ആവുകയും അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഒരു സമയമാണ് ടീനേജ് എന്ന് പറയുന്നത്. കുട്ടികളിൽ പൊതുവെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്. നമ്മളിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും പാരന്റ്സിനോട് കുറച്ച് അവിടെ നിന്ന് മാറി നിൽക്കണമെന്നും അവരുടെ സംസാരങ്ങളോ അവരുടെ പെരുമാറ്റങ്ങളിലൊക്കെ നമുക്കൊരു ചെറിയ ഒരു ഇഷ്ടം തോന്നുകയും ഇപ്പൊ ഒരു പ്രയാസം തോന്നുകയും ഫ്രണ്ട്സുമായിട്ട് കൂടുതലായിട്ട് അടുക്കാനും അവരുമായിട്ട് ഉള്ള സമയങ്ങളെ നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു കാലാണത്. ഇപ്പോഴും നമ്മളുടെ കുട്ടികളിൽ ആ ഒരു സംഭവം ഉള്ളത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇത് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളിൽ കാണുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി, എങ്ങനെയായിരുന്നു എന്റെ ടീനേജ്, ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു സാധനം. പക്ഷെ നമ്മൾ അതൊന്നും ചിന്തിക്കാതെയാണ് പലപ്പോഴും അവരുമായിട്ട് പിന്നെ കച്ചറ കൂടുക. പക്ഷെ നമ്മൾ നമ്മളുടെ നല്ല ഗുണങ്ങൾ മാത്രമായിരിക്കും അവരോട് എടുത്തു പറയുകയും ചെയ്യാം. ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു. പക്ഷെ നമ്മളിലും ആ ഒരു ഏജിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇപ്പോ ഞാൻ എന്താ പറയാ, ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും അതുപോലെ തന്നെ എന്താ പറയാ, കുറെ കാര്യങ്ങൾ അറിയണം, എനിക്ക് കുറെ കാര്യങ്ങൾ പഠിക്കണം, ബിസിനസ് ചെയ്യണം, പൈസ ഉണ്ടാക്കണം, ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ തലയിലൂടെ പോയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയാ,
എനിക്ക് കുറെ കാര്യങ്ങൾ വെട്ടിപ്പിടിച്ച് എടുക്കണം. എൻ്റെ പാരൻസിനെ സന്തോഷത്തോട് കൂടിയിട്ട് എനിക്ക് അവരെ കൊണ്ടു നടക്കണം, എനിക്ക് വീട് വെക്കണം, വണ്ടി വാങ്ങണം. എന്താ പറയാ, കോളേജിലൊക്കെ എത്തുമ്പോൾ കൊച്ചു കൊച്ചു എന്താ കോളേജ് രാഷ്ട്രീയങ്ങൾ അതിൽ പങ്കെടുക്കുക, വിപ്ലവം സൃഷ്ടിക്കണം, എനിക്ക് വിജയിക്കണം. അതുപോലെ തന്നെ ഒരുപാട് നിലപാടുകളൊക്കെ ഉണ്ടാക്കി. അതുപോലെ വിദ്യാഭ്യാസം ഇങ്ങനെയൊന്നും അല്ല, അതെല്ലാം പൊളിച്ചടക്കണം. ഭരണം പൊളിച്ചടക്കണം, ഇതൊന്നും അല്ല യഥാർത്ഥത്തിലുള്ള രീതികൾ. ഭരണം മാറണം. അതുപോലെ തന്നെ പിന്നെ പരീക്ഷാ സമ്പ്രദായങ്ങളൊക്കെ മാറണം. എനിക്ക് വിദ്യാഭ്യാസത്തിൽ ഇങ്ങനെയൊന്നും അല്ല, ഒരു ക്ലാസ് റൂമിന് എടുത്തിരുന്ന് ഇങ്ങനെ സിലബസ് ചർച്ച ചെയ്യലല്ല വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ കുറേ ചിന്തകളും ആശയങ്ങളും ഒക്കെ മനസ്സിനകത്തേക്ക് ഇങ്ങനെ വരിക. അതാണെങ്കിൽ നമുക്കൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റില്ല, നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. പക്ഷെ അതിനകത്ത് ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി നമ്മളിങ്ങനെ ജീവിക്കേണ്ട ഒരു അവസ്ഥ വരിക. ഇങ്ങനെ ഉള്ള ഒരു പ്രത്യേക പല പല ചിന്തകൾ ഉള്ളിലൂടെ അങ്ങനെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം. എന്താ വെച്ചാല് മാറ്റുവിൻ ചട്ടങ്ങളെ എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം ഉള്ളിൽ ഇങ്ങനെ വിങ്ങി പൊട്ടുന്ന ഒരു സമയം. അല്ലെങ്കിൽ കുറെ യാത്ര പോകണം, ട്രിപ്പ് പോകണം, കളിക്കണം, എഴുതണം. മറ്റുള്ള ആളുകൾ എന്തെങ്കിലും പറ്റിച്ചാലോ അവരെ കളിയാക്കി ചിരിച്ചാലോ ഒന്നും വലിയ പ്രശ്നമൊന്നും തോന്നാത്ത ഒരു ജനറേഷൻ ഗ്യാപ്പാണ് എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുന്ന ഒരു, എന്താ പറയാ, ഒരു പൊട്ടിത്തെറുപ്പിന്റെ അല്ലെങ്കിൽ ചോരത്തിളപ്പിന്റെ കാലം എന്നൊക്കെ പറയില്ലേ നമ്മള്. അങ്ങനെ ഒരു പ്രത്യേക രസകരമായിട്ടുള്ള ഒരു സമയം. ഞാൻ അത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല് കുറെ നോവുകളും കുറെ സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും കുഞ്ഞു കാലഘട്ടത്തിന്റെ ഉള്ളില്. അതിൽ നിന്ന് കുറെ ഫിലോസഫികളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു കാലം. ഞാൻ അത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല് നമ്മളിലൂടെ അതൊക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കാലത്തെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ രീതിയിൽ അതിനൊന്നൊരു ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതാണ്. അപ്പോ ഇതിൽ നിന്നും അല്ലാത്ത പിന്നെ കൗമാരങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിന്റെ അവസാനത്തിൽ നമുക്ക് ഷെയർ ചെയ്യാം ട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാലം എന്നെ സംബന്ധിച്ചിടത്തോളം ടീനേജ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ബ്ലെസ്ഡ് ആയിരുന്നു. അൽഹംദുലില്ലാ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 16, 17, 18 പ്രായം എന്ന് പറയുന്നത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഞാൻ എടുത്ത സമയമാണ്. ആ ഒരു കാലഘട്ടം എന്താ പറയാ, നമ്മൾ കുറെ ചിന്തകളും അറിവുകളും ഒക്കെ ഇങ്ങനെ കൂടിക്കലർന്ന ഒരു രസകരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പോ പലപ്പോഴും ആ ഒരു സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഒന്നാണ് ഞാൻ ടീനേജിൽ പറയാൻ വിട്ടുപോയൊരു സാധനം, പ്രണയം എന്നുള്ളത് അല്ലെ. എല്ലാവരിലും ഉണ്ടാകുന്ന എന്താ പറയുക, ജൈവികമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളില് ആ ഒരു ഏജില് നമ്മൾക്ക് ഉണ്ടാകുന്ന കുറെ ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങളും ഹോർമോൺ പരമായിട്ടുള്ള വ്യത്യാസങ്ങളും അതിനകത്തും പുറത്തും ഒരുപാട് വ്യത്യാസങ്ങൾ നടക്കുന്ന, ശരീരത്തിന്റെ വ്യത്യാസങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ നമ്മളില് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചിന്തകളുടെ ഫലമായിട്ടുള്ള ഒരു സാധനമാണ് പ്രണയം എന്നുള്ളതും. അത് പിന്നെ അതുപോലെ തന്നെ പക്ഷെ അതിലേക്കൊന്നും അൽഹംദുലില്ലാ അതൊന്നും അല്ലാതെ ഒരു പ്രത്യേക രീതിയിലേക്ക് നമ്മളുടെ ചിന്തകളെ കൊണ്ടെത്തിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മള് ഇങ്ങനെ കുറേ ചിന്തകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അതിലൊന്നും നമുക്കൊരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടാവില്ല പ്രായം എത്തി കഴിയുമ്പോൾ. കുറച്ച് പ്രായം എത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ 30കളിലൊക്കെ എത്തുമ്പോൾ 20കളിൽ എത്തുമ്പോൾ നമ്മൾ ഭയങ്കര ഈ ഒരു ഏജിനെ കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കും, എന്റെ ഈ ഒരു കാലം ഞാൻ ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു എന്നൊക്കെ. അപ്പൊ അന്ന് ഉണ്ടായിരുന്ന ചിന്തകളോടൊക്കെ നമ്മൾ ഭയങ്കര പ്രൗഡായിരിക്കും. ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തിരുന്നു. ചില ആളുകൾ പറയും ഞാൻ എഴുതിയിരുന്നു, കഥ എഴുതിയിരുന്നു, കവിത എഴുതിയിരുന്നു. ചില ആളുകൾ പറയും ഞാൻ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിരുന്നു ആ ഒരു സമയത്ത്. ചില ആളുകൾ പറയും പിന്നെ നന്നായി പഠിച്ചിരുന്നു. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ ഇതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോകുന്ന ഒരു സമയം വരും. അപ്പോൾ ഇതൊക്കെ പ്രൗഡായിട്ട് നമ്മൾ ഓർക്കുകയും പ്രണയം എന്നുള്ളത് ഭയങ്കര റിഗ്രറ്റ് ചെയ്ത് നമ്മളത് എന്നിൽ അത് സംഭവിച്ചു പോയല്ലോ, എനിക്കതൊരു പ്രശ്നമായി ഇരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സമയവും കൂടാണ് ഈ ഒരു കാലം എന്ന് പറയുന്നത്. അതൊരു വിഷമായിട്ട് അല്ലെങ്കിൽ നമ്മളെ കുട്ടികളിൽ ഒരിക്കലും അത് ഉണ്ടാകരുത് നമ്മൾ ചിന്തിക്കുന്ന, എന്റെ കുട്ടിക്ക് ഒരു 17, 18 വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ട് അവന് അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രണയമോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്, എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. അതൊരു ഭയങ്കര എന്താ പറയാ, ആ ഒരു മോശമായിട്ടുള്ള കാര്യമായിട്ട് നമ്മുടെ മനസ്സിൽ ഉള്ളൊരു സാധനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാലം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നേ ഉള്ളൂ കേട്ടോ. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് അറിയുന്നത്. തൗഹീദ് പോലും ഭയങ്കര രീതിയിൽ സ്ട്രോങ് ആയിട്ടില്ല. പക്ഷെ ഞാൻ പിന്നെ ദൈവത്തെ വിളിച്ചിരുന്നത് പടച്ചോൻ എന്നായിരുന്നു. ആ രീതിയിൽ ഞാനിങ്ങനെ ചെറുതായി ചെറുതായി മാറ്റങ്ങൾ ഇങ്ങനെ വന്ന ഒരു സമയമാണ്. ഞാൻ എന്റെ ഫസ്റ്റ് ക്ലാസ്സുകൾ കേട്ട ആളുകൾക്കറിയാം ആദ്യം എന്നിലുണ്ടായ ആ ഒരു ചേഞ്ചും പിന്നെ ഞാൻ എങ്ങനെയാണ് ആ ഒരു ചേഞ്ചിലേക്ക് വന്നതെന്നുള്ളത്. എന്റെ മനസ്സിൽ ഉണ്ടായ കുറച്ച് മാറ്റങ്ങളും ആ മാറ്റങ്ങൾ എന്നിലുണ്ടായ വളർത്തിയ കുറച്ച് കുറച്ച് കാര്യങ്ങളും അതിൽ നിന്ന് ഞാൻ എങ്ങനെ പഠനത്തിലേക്ക് വന്നു എന്നുള്ളത്.
അപ്പോ അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എനിക്ക് പിന്നെ +2 കോളേജ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിൽ ഉണ്ടാകുന്ന കുറേ ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ടീനേജ് കുട്ടികൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് നമ്മൾ ഓർത്തെടുക്കുന്ന ആളുകൾക്ക്, കൃത്യമായിട്ട് ഓർത്തെടുക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എനിക്ക് പിന്നെ എന്താണ് ഇത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു സമയമാണ്. പക്ഷെ നമ്മളെ കുട്ടികളെ കൃത്യമായ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും അവർക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുക്കാനും ഇതാണ് നിന്റെ റൂട്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. പക്ഷെ എല്ലാ കുട്ടികളും പിന്നെ ആ ഒരു പ്രായത്തുമ്പോഴത്തേക്ക് എനിക്ക് പ്രണയിക്കണം, എനിക്ക് ആരെയും കൂടെ പോണം എന്നോ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. കുട്ടികളുടെയൊക്കെ മനസ്സ് നല്ല ശുദ്ധമായ മനസ്സാ. കാരണം അവര് ഫിത്രയോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. നമ്മൾ ഫിത്രയിൽ നിന്ന് ഒരുപാട് ഒരുപാട് ദൂരം പോയ ആൾക്കാരാ അല്ലെ. 30 40 ഒക്കെ എത്തുമ്പോഴത്തേക്ക് ഫിത്രയിൽ നിന്ന് ഒരുപാട് നമ്മൾ അകന്നു പോകുന്ന സമയമാണ്. പക്ഷെ ഒരു 13 14 എന്നൊക്കെ പറഞ്ഞ കുട്ടി അവർ ഫിത്രയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുട്ടിയാ അല്ലെ. അവർക്ക് അവരുടെ ഫിത്ര കഴിഞ്ഞു പോയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ എന്നർത്ഥം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ മാറ്റിയെടുക്കാനും അവരുടെ ഉള്ളിൽ എനിക്ക് നന്മ വേണം എന്നുള്ള സാധനം നന്നായിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ കുറച്ചുകൂടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യുക, ഇപ്പൊ നമ്മളെ കുട്ടികൾ അവളിപ്പോ തുടങ്ങും, അവള് എന്നുവെച്ചാൽ അവളെങ്ങനെ വാച്ച് ചെയ്യും, അല്ലെങ്കിൽ അവനെങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, അവൻ എന്തിലെങ്കിലും പെടുവോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ സ്ട്രിക്റ്റ് ആയിട്ട് അവൻ എന്താ ചെയ്യണ ആക്കണം എന്നുള്ള രീതിയിൽ ഫോൺ എടുക്കുമ്പോൾ ആരുടെയും വർത്താനം പറയുമ്പോഴത്തേക്കൊക്കെ നമ്മൾ ആ രീതിയിലായിരിക്കും കാണുന്നുണ്ടാവുക. അതിനൊക്കെ മാറിയിട്ട് കുട്ടികളെ എങ്ങനെ ഈ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ കുറേ ആശയങ്ങൾ കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ഏജിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താ ഒരു ഉണ്ട് പിന്നെ ഫസ്റ്റ് എനിക്ക് തോന്നിയത് എന്താ വെച്ചാല് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പഠനത്തിനകത്ത് ഞാൻ ഭയങ്കര ഹരം കൊണ്ടിരുന്നു. ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളും ഞാൻ അതിനകത്ത് എന്താ പറയാ ഭയങ്കര റിസർച്ച് ചെയ്യണ, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റിസർച്ച് ചെയ്യാണ് ഞാൻ. എന്റെ ചുറ്റുവട്ടം നിന്നും എന്റെ പ്രകൃതിയിൽ നിന്നും ഒക്കെ ഞാനിങ്ങനെ അള്ളാനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര റിസർച്ചിന്റെ ഒരു സമയമാണ്. അപ്പോ എന്നെ ഇത് ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ജൈവികമായി എന്നിൽ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങൾ എന്നെ അതിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഫുള്ള് ഇങ്ങനെ ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം, പഠിക്കണം, എനിക്ക് അറിയണം. ഈ ഒരു സാധനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പുസ്തകങ്ങൾ വായിക്കണം. അങ്ങനെ കുട്ടികൾക്ക് എൻഗേജ് ചെയ്യാൻ പല കാര്യങ്ങളും ഇല്ലാതാകുമ്പോഴാണ് പലപ്പോഴും ഈ ഒരു ഏജിൽ നമ്മൾ ഡ്രഗ്സിനാണെന്നുണ്ടെങ്കിലും പ്രണയത്തിലാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കുറെ സാധനത്തിലേക്ക് നമ്മൾ ചാടുന്നത്. അഡിക്ഷൻ ഒക്കെ വരുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അവിടെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് എൻറ്റയർ ആ ഒരു നമ്മളെ ലൈഫിൽ മൊത്തത്തിൽ ഇത് റിഫ്ലക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതിലൊന്ന് ഞാൻ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ പ്രണയം എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എൻ്റെ അച്ഛനെയും അമ്മേനെയും അത് വേദനിപ്പിക്കും. ഞാൻ അതിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആരുടെയും കൂടെ വർത്താനം പറഞ്ഞ് കോളേജിൽ നിന്നാണെങ്കിലും ഒക്കെ നടന്ന് വർത്താനം പറഞ്ഞൊക്കെ പോകുന്ന ഒരു മോശം കാര്യമായിട്ട് എന്നിൽ അത് ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിൽ ഒരു മോശമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ അതൊരു പിന്നെ എന്താ പറയാ എൻ്റെ പേരൻസിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അത് ഒരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളതായിരുന്നു. അപ്പൊ അതിങ്ങനെ കുറെ കാലം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നടന്നു. പക്ഷെ അതിലൊന്നും നിൽക്കുന്നില്ല സംഭവം. ഓപ്പൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുടെയും ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു കാലത്തിന്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ സംസാരിക്കുന്നതൊക്കെ ഒരു എന്താ പറയാ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു ടീനേജുകാരി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്റെ കുടുംബത്തില് കുറെ ഇങ്ങനത്തെ കല്യാണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പല ആളുകളും ചുറ്റുവട്ടത്ത് അങ്ങനത്തെ കല്യാണങ്ങളും പ്രണയിച്ച് നടക്കുന്ന സുഹൃത്തുക്കളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സർക്കിളിനകത്താണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് വർക്കാവണില്ല. ഈ ഒരു സാധനം തലയിൽ കയറ്റിയിട്ട് ഇത് വർക്കാവണില്ല. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഞാൻ വിവാഹമേ കഴിക്കണില്ല. ഇങ്ങനെ ഒരു സാധനം ഫിക്സ് ചെയ്യും. എനിക്ക് ഭയങ്കരമായിരുന്നു സന്യാസി ജീവിതം കാര്യങ്ങളൊക്കെ. അപ്പോ ഒരു സ്പിരിച്വൽ ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സന്യാസി ആവാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സന്യാസിനി ഓക്കെ. അപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചു ഞാൻ പിന്നെ കല്യാണേ കഴിക്കണില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാനത് അമ്മേന്റെ അടുത്ത് പറയും. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനത്തെ വിഷയം ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്നൊന്നുമില്ല, ഞാൻ കല്യാണം കഴിക്കില്ല, ഈ ഒരു സാധനം ഇങ്ങനെ പറയും. അപ്പൊ അങ്ങനെ 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 പറഞ്ഞു പറഞ്ഞ് അതും വർക്കാവുന്നില്ല. അതും വർക്കാവാത്തൊരവസ്ഥ. അപ്പൊ പിന്നെ അടുത്തൊരു സാധനം ഞാൻ അങ്ങനെ ഫിക്സ് ചെയ്തു. പിന്നെ ഞാൻ ഇങ്ങനെ അതിനകത്ത് ഇരിക്കുകയാണ്, ഇതിനെക്കുറിച്ച് ഇങ്ങനെ വിഷയങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അല്ല എന്നിൽ തന്നെ ഞാൻ ഇരിക്കുക. ഞാൻ മൂന്നാമത്തേലോ നാലാമത്തേലോ പറഞ്ഞിരുന്നു ഒരു വിഷയത്തിനെ കുറിച്ച് എങ്ങനെ നമുക്ക് ധ്യാനിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് എഴുതാറുണ്ട്, എന്നെ കുറിച്ച് കഴിയുന്ന പോലെയുള്ള എന്തോരോ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്, എഴുതാറുണ്ട്. അങ്ങനെ ഞാൻ വേറൊരു സാധനത്തിലേക്ക് കടന്നു. എന്താന്ന് വെച്ചാല് ദൈവം നമുക്ക് ഒരാളെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അയാൾ നമ്മൾ എന്ത് ചെയ്താലും എവിടെ പ്രണയിച്ച് നടന്നാലും എവിടെ കളി കളിച്ചാലും നമ്മള് അയാളിലേക്ക് തന്നെ എത്തും എന്നുള്ളൊരു സാധനം. അപ്പൊ ഈ ഒരു വിഷയം
എന്റെ മനസ്സിൽ ഞാൻ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരെ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് അമ്മയൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പ്രായമായ ആളുകളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സാധനമാണിത്. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര രസമായിട്ടുള്ള ഒരു ആശയമായിട്ട് തോന്നി. അപ്പൊ അടുത്തിന്റെ മോന് ഞാൻ എന്തോ വിഷയം ഇങ്ങനെ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോ അവൻ അങ്ങനെ പറഞ്ഞു, നമുക്ക് ഒരാളെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാളിലല്ലേ അത് നമ്മൾ എത്തുള്ളൂ. അതിന് മുമ്പ് എന്തിനാ മറ്റു കാര്യങ്ങൾ എന്നുള്ള സാധനം അങ്ങനെ പറഞ്ഞു. അപ്പോ പിന്നെ അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്റെ ടീനേജിലും ഞാൻ ഈ സാധനം വിചാരിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഇതൊന്നും പിന്നെ വർക്കാവൂല എന്നുള്ള സാധനം കൂടെ എനിക്ക് വന്നു. കാരണം ഇത് വർക്കാവൂല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ വിട്ടുപോകും. അപ്പൊ അതും കുറെ കാലം ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ നടന്നു. പക്ഷെ വർക്കാവണില്ല. അങ്ങനെ എന്തായിന്ന് വെച്ചാല് ഞാൻ വർക്കാവണില്ല എന്ന് പറഞ്ഞാല് നമ്മൾ അടുത്തയിലേക്ക് പോകും എന്നുള്ളതാണ് കേട്ടോ. മനസ്സിലായല്ലോ അല്ലെ? അതൊന്നിലൊന്നും ഇത് നിക്കണില്ല. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ കുട്ടികളെ എങ്ങനെയാണ് തർബിയത്ത് ചെയ്തു കൊണ്ടുവരണത്? ഇസ്ലാമിന്റെ ഓരോ വിഷയങ്ങളും നമ്മള് എല്ലാ സമയത്തും അള്ളാഹ് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് കുട്ടികളെ. പക്ഷെ ജൈവികമായിട്ടുള്ള കുറെ മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിൽ കുറെ സാധനങ്ങൾ ഇങ്ങനെ വരും. കുറെ നീഡ്സ് ഇങ്ങനെ വരും. ആ സമയങ്ങളിൽ ഇപ്പൊ 16 വയസ്സിലൊക്കെ കല്യാണം കഴിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇന്നത്തെ കുട്ടികൾ തന്നെ 24, 25, 26 ഒക്കെ വയസ്സായിട്ട് കല്യാണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും കാലം അവരിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അവിടെ അവർക്ക് പിന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ ക്രഷ് തോന്നിയിട്ടുണ്ടായിരിക്കും, പ്രണയം ഉണ്ടായിരിക്കും, അങ്ങനത്തെ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോ അങ്ങനെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഇതൊന്നും വർക്കാവുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇതിനകത്ത് ഇങ്ങനെ പിന്നിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു സാധനം മനസ്സിലായത്. എല്ലാവരിലും എല്ലാവർക്കും നമ്മൾക്ക് ഇഷ്ടം എന്നുള്ളത്, സ്നേഹം എന്നുള്ളത് നമ്മളുടെ മനസ്സിലൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ട്. ഇപ്പൊ ഞാൻ ലവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഉള്ളിലേക്ക് വരുന്നത് നമ്മൾ എന്താണോ ലവിനെ കുറിച്ച് വിചാരിച്ചിട്ടുള്ളത്. ലവ് എന്ന് പറയുമ്പോൾ, സ്നേഹം എന്ന് പറയുമ്പോൾ, ഇഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ അതിനെക്കുറിച്ച് വിചാരിച്ചു വെച്ചിട്ടുള്ളത് ആ ഒരു സാധനെ നമുക്ക് ഉള്ളിലേക്ക് കയറുള്ളൂ എന്നുള്ളതാണ്. അതൊരു സത്യമാണ്. ഞാൻ ഏത് സ്നേഹത്തിനെ കുറിച്ച് പറഞ്ഞാലും ലവ് എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്താണോ എങ്ങനെയാണോ അതിനെ ഫിക്സ് ചെയ്തിട്ടുള്ളത് ആ രീതിയിലായിരിക്കും അത് നമ്മളിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അതാണല്ലേ, അതിനെ കുറിച്ചാണല്ലേ പറയുന്നത്. ഒരു മോശം സാധനമായിട്ടാണ് പലപ്പോഴും നമ്മളുടെ മൈൻഡിൽ സ്നേഹം എന്നുള്ളത്. പക്ഷെ എല്ലാവർക്കും സ്നേഹം വേണം. ഭർത്താവിൽ നിന്ന് സ്നേഹം വേണം, കുട്ടികളിൽ നിന്ന് സ്നേഹം വേണം, ചുറ്റുവട്ടമുള്ള ആളുകളിൽ നിന്ന് സ്നേഹം വേണം, പാരന്റ്സിന്റെ അടുത്ത് നിന്ന് സ്നേഹം വേണം, എല്ലാവർക്കും സ്നേഹം വേണം. പക്ഷെ സ്നേഹം എന്നുള്ള സാധനം കേൾക്കുമ്പോഴേ തന്നെ ലവ് എന്താ ഇത് എന്റെ മനസ്സിലൊരു സുഖമില്ലാതെ ഫിക്സ് ചെയ്തൊരു സാധനം. ആദ്യം അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, എന്റെ മനസ്സിൽ നിന്ന് ഞാൻ എല്ലാ സാധനങ്ങളും ഒഴിവാക്കിയപ്പോഴാണ് എനിക്ക് പല കാര്യങ്ങളെയും എന്റെ മനസ്സിലേക്ക് കയറ്റാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തുടങ്ങണം. ആ ഒരു ലവ്, സ്നേഹം എന്ന് പറയണത് ഏകദേശം പഠനങ്ങൾ പറയുന്നത് ഒരു 7-8 വയസ്സാകുമ്പോഴത്തേക്ക് എന്താണ് സ്നേഹം നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. കുട്ടികളാകുമ്പോഴേ, കുഞ്ഞു കുട്ടികളാകുമ്പോൾ 7 വയസ്സിലൊക്കെ നിങ്ങൾക്ക് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ അത്ര വരെ ഉള്ളൂ സ്നേഹം എന്നുള്ള സാധനം കുട്ടികൾക്ക് തിരിച്ചറിയുന്ന ഒരു പ്രായം. അവിടുന്ന് അവർക്ക് എന്താണോ കിട്ടിയിട്ടുള്ളത് അതേ അവർക്ക് മറ്റുള്ളവരുടെ ഒരു പ്രായത്തുന്ന സമയത്ത് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് എന്താണോ സ്നേഹം, ആ സ്നേഹം കണ്ടീഷൻഡ് ആയിട്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്നേഹം അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. സ്നേഹം എന്നുള്ളത് ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകുന്ന ഒരു സാധനമായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ രീതിയിലാണ് അതിന് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോ നമ്മളെ ചെറുപ്രായത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നേഹം അതാണ് നമ്മൾ നമ്മുടെ ഭർത്താവിനും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുന്നത്. പലപ്പോഴും സ്നേഹം എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, അതിലാണ് സ്നേഹം എന്നുള്ളത്. ഇപ്പൊ പലപ്പോഴും വിവാഹം കഴിക്കുന്നത് തന്നെ അയാളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതോട് കൂടിയിട്ട് അയാളുടെ ഒരാളായി മാറുക എന്നുള്ളതാണ്. അങ്ങനെ സ്നേഹം പറ്റുക എന്നുള്ളത് അത് പെണ്ണില് എഴുതപ്പെട്ട ഒരു സാധനമാണ്. പെണ്ണിന്റെ ഒരു അവസ്ഥ തന്നെ അങ്ങനെയാണ് അല്ലെ. എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. 15 വയസ്സായ കുട്ടിക്കും അവന്റെ ഡ്രസ്സ് അയൺ ചെയ്തും അലക്കിയും ഒക്കെ വൃത്തിയാക്കി കൊടുക്കുമ്പോൾ അവന്റെ സ്നേഹമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവന് തിരിച്ച് ആ സ്നേഹം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതിന്റെ പേരിൽ എനിക്ക് പിന്നെ എനിക്ക് സ്നേഹം കിട്ടണം. ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും, ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിലൂടെ എനിക്ക് സ്നേഹം കിട്ടുക എന്നുള്ള ഒരു സാധനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് കിട്ടണില്ല എന്നുള്ളത്, അതാണ് കണ്ടീഷൻഡ് ആയിട്ടുള്ള സാധനം. ഞാൻ ഇതൊക്കെ ചെയ്യുന്നില്ലേ, പിന്നെയാണ് ഒരു 15-20 വർഷം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഇതെല്ലാം എന്റെ ജീവിതം മൊത്തം എന്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു നടന്നിട്ട് 20 വർഷം ഞാൻ ചെയ്തിട്ട് 15 വർഷം ഞാൻ ചെയ്തിട്ട് എനിക്ക് തിരിച്ചെന്താ കിട്ടിയിട്ടുള്ളത്, പിന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സാധനം. പക്ഷെ അവിടെ എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മളെല്ലാവരും കണ്ടീഷൻഡ് ആവണം. ഇപ്പൊ നമ്മളെ കുട്ടികളുടെ ആണെന്നുണ്ടെങ്കിലും എന്റെ കുട്ടീനെ ഞാൻ വളർത്തി വലുതാക്കുന്നത് അവന് ഒരു പ്രായത്തിൽ കഴിയുമ്പോൾ അവൻ ജോലി കിട്ടി, അവൻ സമ്പാദിച്ച് അവൻ എന്നെ നോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം.
എന്നെ സാമ്പത്തികമായിട്ടും മറ്റു കാര്യങ്ങളിലും പ്രായമായി കഴിയുമ്പോൾ ശാരീരികമായിട്ടും അവൻ എന്നെ അവന് എന്ത് ചെയ്യാ ഒന്ന് എടുത്തു പൊക്കണം എന്നുണ്ടെങ്കിൽ എടുത്തു പൊക്കി എന്നെ എന്റെ വാർദ്ധക്യത്തിൽ എന്നെ നന്നായിട്ട് നോക്കണം. ഈ ഒരു സാധനം വെച്ചുകൊണ്ടാണ് പലപ്പോഴും പാരന്റിങ് തന്നെ നടക്കുന്നത്, കുട്ടികളെ വളർത്തുന്നത് തന്നെ നടക്കുന്നത്. അവിടെയൊക്കെ കണ്ടീഷൻഡ് ആയിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അതല്ലാത്ത രീതിയിൽ സ്നേഹത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാനും പറ്റൂല എന്നുള്ളതാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെ എന്റെ ടീനേജിലേക്ക് തന്നെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തിനെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കിയ സമയത്ത് എനിക്ക് വന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഒരുപാട് ആളുകളെ നമ്മൾ ദിവസേന കണ്ടുമുട്ടുന്നുണ്ട്. അതിൽ പല ആളുകളും ഇപ്പൊ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് അറിയാം അവരോട് സ്നേഹം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ സ്നേഹിക്കണം, എന്നെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്. തിരിച്ച് പെൺകുട്ടികൾക്കും ചിലപ്പോൾ എന്ത് ചെയ്യും, ആൺകുട്ടികൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എല്ലാ ഇഷ്ടങ്ങളും ഒന്നല്ല എന്നുള്ള സാധനമാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വേർഡാണ്, എല്ലാ സ്നേഹങ്ങളും ഒന്നല്ല എന്നുള്ളത്. കാണുമ്പോഴത്തേക്ക് ഒരാളെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുമ്പോൾ, രണ്ടു വട്ടം ചിരിക്കുമ്പോൾ, ഒരാളെ ഒരേ സാഹചര്യത്തിൽ തന്നെ പിന്നെ പലതവണ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്ന ഒരു സാധനമായിട്ട് പ്രണയത്തിനെ പലപ്പോഴും കാണാറുണ്ട് കുട്ടികൾ. കോളേജിൽ അതിന് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും, അതിന് സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും, അതിനുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും. ഒരു സ്ഥലത്ത് തന്നെ എല്ലാ ദിവസവും മീറ്റ് ചെയ്യുന്ന ഒരാള്, അയാളിൽ സ്നേഹം ഉണ്ടാകണം എന്നുണ്ടോ? ഒരാളിൽ ഒരാളെ നമ്മൾ സ്ഥിരമായിട്ട് ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പൊ അയാളിൽ പ്രണയം നമ്മൾ ഉണ്ടാകണം എന്നുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സാധനമാണ് നമ്മളിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നാളെ ഒരു പ്രസംഗം കേട്ട സമയത്ത് പ്രണയിക്കാൻ ഭയങ്കര കാരണങ്ങളൊന്നും വേണ്ട. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആള് നമ്മുടെ അടുത്ത് പെന്നില്ലെങ്കിൽ അവൻ നമ്മളെ പെന്ന് തന്ന് സഹായിച്ചു. ആ സഹായിച്ചതിന്റെ പേരിലായിരിക്കും ചിലപ്പോൾ അയാൾക്ക് പ്രണയം തോന്നുന്നത്, പിന്നെ ആ കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യുന്നു എന്നുള്ളത്. വളരെ രസകരമായിട്ട് വളരെ ആ ഒരു സംസാരം എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. കാരണം അത്രേ പോലും നമുക്ക് സ്നേഹത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ലൈഫിൽ എന്നുള്ളതാണ്. നമ്മളെ ഫാമിലിയിൽ നിന്നും നമ്മളെ കുടുംബത്തിൽ നിന്നും നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് സ്നേഹം എന്താണെന്ന് അത്ര പോലും നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല എന്നതാണ്. അതാണ് ശരിക്കുമുള്ള ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ സ്നേഹത്തിനെ ഇങ്ങനെ ഓരോരുത്തരെയും നമ്മളിങ്ങനെ കാണുമ്പോൾ അവരിങ്ങോട്ട് ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളോട് ഒരാളോട് പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് ചിരിക്കാൻ വരെ പേടിക്കുന്ന എന്താണെന്നറിയോ? പേടിയാണ്. ആ ഹൃദയത്തിൽ നിന്ന് തട്ടിയിട്ട് ഒരാളോടും നമുക്ക് ചിരിക്കാൻ കഴിയാതെ പോകുന്നത് അയാളെ അടുത്ത സമയം വന്നുകാണ്ട് സ്നേഹാണെന്ന് പറയലും കല്യാണം കഴിക്കട്ടെ ചോദിക്കലും പേടിച്ചിട്ടാണ് നമ്മളെ കുട്ടികള്. അതെന്താ വെച്ചാൽ എല്ലാവരിലും ആ രീതിയിലാണ് അതിനെ ഫിക്സ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് സ്നേഹത്തെ നമുക്ക് അറിയാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഒരു നിറത്തിനെ പോലെ, നിറം എന്ന് പറഞ്ഞാൽ കുറേ കളറുകളുണ്ട് അല്ലെ? നിറം എന്ന് പറയുമ്പോൾ കുറേ നിറങ്ങളുണ്ട്. അതിൽ പച്ച എടുക്കുക എന്നെ ഒരുപാട് പച്ചകളുണ്ട്. അതേപോലെ തന്നെ സ്നേഹം എന്നുള്ളത് അത് ഒരൊറ്റ സ്നേഹത്തിൽ നിന്നുണ്ടായ ഒരുപാട് സ്നേഹങ്ങളുണ്ട്. ആ ഒറ്റ സ്നേഹം എന്താണ് എന്നുള്ളത് ഞാൻ ആ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പൊ ഏറ്റവും വലിയ സ്നേഹം എന്താണെന്നുള്ളത് ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു നിമിഷം എന്ന് പറയുന്നത് എന്റെ പഠനങ്ങളായിരുന്നു. ആ 16, 17, 18 വയസ്സിലുണ്ടായ പഠനം. അപ്പോഴാണ് എനിക്ക് സ്നേഹം എന്താണെന്ന് മനസ്സിലായത്. അത് പടച്ചവനോടുള്ള സ്നേഹമാണെന്ന്, അള്ളഹാനോടുള്ള സ്നേഹമാണെന്നുള്ളത്. ആ സ്നേഹം ഇങ്ങനെ ഓരോ തവണയും ഇങ്ങനെ എന്താ പറയാ, ഹൃദയത്തിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു വരുന്ന ഒരു സമയം. ആ അള്ളഹാനോടുള്ള ആ ഒരു സ്നേഹത്തിനെ പറയാൻ ശരിക്കും പറ്റണില്ല. അത്രയും സുന്ദരമായിട്ടുള്ള സ്നേഹം. അപ്പൊ അത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയപ്പോ വേറൊരു സ്നേഹം എനിക്ക് വേണ്ട, വേറെ ഒന്നും എനിക്ക് വേണ്ട. ഞാനും പഠിച്ചവനും മാത്രം, സൃഷ്ടിയും സൃഷ്ടാവും ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. ഇതിന്റെ സൃഷ്ടിയും സൃഷ്ടാവും ഒറ്റപ്പെടുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനും പഠിച്ചവനും മാത്രം, എനിക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചവൻ ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ള തോന്നല്. എന്റെ അമ്മയുടെ ഗർഭപാത്രം വരെ എനിക്ക് വേണ്ടി പഠിച്ചവൻ നിശ്ചയിച്ച ഒരു സാധനം. എനിക്ക് ചുറ്റുമുള്ള എന്റെ പിന്നെ സ്നേഹമാണെങ്കിലും എന്റെ അച്ഛന്റെ അമ്മയുടെയും കെയർ ആണെന്നുണ്ടെങ്കിലും എനിക്ക് പഠിച്ചവൻ ഉണ്ടാക്കി തന്നിട്ടുള്ള സൗഹൃദങ്ങളായാലും കുടുംബ ബന്ധങ്ങളാണെങ്കിലും ഒക്കെ അത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള, ഞാനും പഠിച്ചവനും മാത്രമാകുന്ന ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു വളരെ സ്നേഹം നിറഞ്ഞ ഒരു എന്താ പറയാ, ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അവിടെ ഒരു കണ്ടീഷനും എനിക്ക് ഉണ്ടായിരുന്നില്ല. അവിടെ എനിക്ക് ഉണ്ടായിരുന്നത് എന്താന്ന് വെച്ചാല് ഒരുതരം നമ്മൾ പറയില്ലേ അറ്റാച്ച്മെന്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കിയിട്ട് ഇങ്ങനെ എടുത്തു വെക്കുന്ന ഒരു സാധനമാണ്. അതില്ലാതെ എനിക്ക് ഒരു 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 കണ്ടീഷനും ഇല്ലാതെ മനസ്സ് നിറഞ്ഞ് അള്ളാഹായിട്ട് ഒരു കണക്ഷനാണ് കിട്ടിയത്. ആ കണക്ഷൻ കിട്ടിയപ്പോ ഒരു ഒരു പ്ലഗ് ഉണ്ടല്ലോ, ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്കൊരു ഊർജം കിട്ടുമല്ലോ. ആ ഊർജം അത് ഹൃദയത്തിനകത്ത് മനസ്സിന്റെ അകത്ത് സ്നേഹം കൊണ്ട് നിറഞ്ഞു കിട്ടിയ ഒരവസ്ഥ.
അത് തലേന്ന് വരുന്ന സാധനമല്ല. എന്റെ ചിന്തകളാട്ടോ ഞാൻ പറയണത്. അതിൽ തെറ്റുകൾ ഉണ്ടായിരിക്കാം, അതിന്റെ സയൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് തലേന്നല്ല അത് ഫീൽ ചെയ്തത്. എന്റെ ഹൃദയത്തിൽ നിന്നാണ് അത് ഫീൽ ചെയ്തത്. അത് തലേന്ന് വരുന്നതൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ കണ്ടീഷൻഡ് ആയിരിക്കും. ഞാനിത് ചെയ്താലേ എനിക്കത് കിട്ടുള്ളൂ. ഞാൻ ഇത്രയും കാലം നോക്കിയത് കൊണ്ട് എനിക്ക് ഇന്നത് വേണം. ഞാൻ എന്റെ ഭർത്താവിന് ഇത്രയും കാലം ചെയ്തിട്ടും എന്താണ് അദ്ദേഹം എന്നെ സ്നേഹിക്കാത്തത്? ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കണ്ടീഷൻഡ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് അതിന് അതെന്ന് പറഞ്ഞാല് അത് കണക്ഷനാണ്. അത് ഭയങ്കരമായ ബന്ധമാണ്. അത് ഫ്ലോ ആണ്, ഒരു ഒഴുക്കാണ്. അപ്പോ പ്രവാചകനൊക്കെ പറയണില്ലേ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റൊരാൾക്ക് കൊടുക്കാതെ നമ്മൾ മുസ്ലിം ആവൂല എന്ന് പറയണു. എനിക്കതൊന്നും ക്ലിക്ക് ആവണില്ല. എങ്ങനെയാ അത് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ എന്റെ പ്രവാചകൻ പറയാണ്, നമ്മളെ കൂടെ തന്നെയുള്ള ഒരാളെ അയാളെ നമുക്ക് സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഗണത്തിൽ പെടില്ല. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് യേശു പറഞ്ഞതുപോലെ. എങ്ങനെയാണ് ആ ഒരു സ്നേഹം? എന്നെ പോലെ തന്നെ പറഞ്ഞാല് ഞാൻ സ്നേഹിക്കുന്ന പോലെ റസൂലുള്ളാഹിനോട് ഉമർ റളിയല്ലാഹു പറയുന്നുണ്ടല്ലോ, എനിക്ക് അള്ളാഹിനോടുള്ള സ്നേഹം, അത് കഴിഞ്ഞ് എന്നെ സ്നേഹം, അത് കഴിഞ്ഞിട്ട് പ്രവാചകനോട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ പ്രവാചകൻ അത് തിരുത്തുന്നുണ്ട്. നിന്നെ അല്ല സ്നേഹിക്കേണ്ടത്, അതിനു മുമ്പായിട്ട് പ്രവാചകനെ സ്നേഹിക്കണം. എങ്ങനെയാണ് ആ സ്നേഹം? നിങ്ങൾ ആലോചിച്ച് നോക്കി, എങ്ങനെയാണ് സ്നേഹിക്കുക? അത് സ്നേഹിക്കണമെങ്കിൽ അത് നമ്മളെ ഹൃദയത്തിനകത്ത് അള്ളാഹിനോടുള്ള സ്നേഹം അങ്ങോട്ട് നിറഞ്ഞു കവിയുമ്പോൾ നമുക്ക് ഒന്നും പേടിക്കാനില്ല. നമുക്ക് നമ്മളെ പോലെ തന്നെ അപ്പുറത്തുള്ള ആളെ സ്നേഹിക്കാൻ പറ്റും. എന്റെ കുട്ടീനെ പോലെ തന്നെ എനിക്ക് അയൽവാസിത്തെ കുട്ടീനെ സ്നേഹിക്കാൻ പറ്റും. എന്റെ ബ്രദറിന്റെ, എന്റെ സിസ്റ്റേഴ്സിന്റെ കുട്ടികളെയൊക്കെ സ്നേഹിക്കാൻ പറ്റും. അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം സ്നേഹം എന്നുള്ളത് അള്ളായിട്ടുള്ള ആ ഒരു കണക്ഷൻ, അത് കിട്ടിയതോട് കൂടിയിട്ട് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റി എന്നുള്ളതാണ്. ഞാന് ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നേ. അവിടെ ജൈവ കൃഷി എന്ന് പറഞ്ഞിട്ട് പിന്നെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികള്. കുട്ടികൾ ഇങ്ങനെ കൃഷി ചെയ്യില്ലേ? അപ്പോ പിന്നെ കൃഷി ചെയ്യുന്ന സമയത്ത് കുക്കുംബർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറെ ഇതുണ്ടായിരുന്നു. അപ്പൊ കുക്കുംബർ നമ്മൾ പച്ചക്കനെ കഴിക്കാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മളത് വിളവെടുക്കുകയാണ്. വിളവെടുത്തപ്പോ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. വിളവെടുത്തിട്ട് കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ കൊട്ട നിറച്ച് ഇങ്ങനെ കുക്കുംബർ ഇടുകയാണ്. അപ്പൊ തന്നെ എന്ത് ചെയ്തു, ഒരു ചേച്ചി നമുക്കത് പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലാവർക്കും കഷ്ണാക്കിയാണ്ട് കുക്കുംബർ നമുക്ക് അപ്പൊ തന്നെ അവിടെ തന്നെ കഴിക്കാൻ വേണ്ടി തന്നു. അപ്പോ എല്ലാവരും അത് കഴിച്ചു ഭയങ്കര അത്ഭുതം തോന്നി. പിന്നെ ഭയങ്കര ടേസ്റ്റ്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുക്കുംബറിന്റെ ടേസ്റ്റേ അല്ല. ഒരു പ്രത്യേക ടേസ്റ്റ്. പക്ഷെ കാണുമ്പോ കുക്കുംബർ തന്നെ. അപ്പൊ നമ്മൾ എല്ലാവരും ഡിസ്കസ് ചെയ്തൊരു സാധനമാണത്. ഇതെന്ന് കാണുമ്പോ കുക്കുംബർ, പക്ഷെ തിന്നുമ്പോ തന്നെ അതെ അല്ലല്ലോ എന്നൊരു സാധനം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഒരു ഭയങ്കര ഒരു അത്ഭുതം തോന്നി. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ സത്യം പറഞ്ഞാല് നമുക്കൊക്കെ കിട്ടുന്നത് ഇതാണ്. സ്നേഹം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയോ മൂടി വെച്ചാണ്ട് കിട്ടുന്ന സാധനമാണ്. അതിന്റെ ഒറിജിനൽ വേർഷൻ ഒന്നും അല്ല നമുക്ക് കിട്ടുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ സ്നേഹം എന്ന് പറയുന്നത് ആ കുക്കുമ്പർ ടേസ്റ്റ് ചെയ്ത പോലെ വേറെന്തോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആ കിട്ടിയ സാധനം പിന്നെ എന്താ പറയാ, എന്തെങ്കിലും മാലിന്യം നിറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണമെങ്കിലും ആ മാലിന്യം ഉണ്ടായിരിക്കും. അതല്ലാതെ പ്യുവർ ആയിട്ടാണ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പ്യുവർ ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. അപ്പൊ ആ സ്നേഹം യഥാർത്ഥത്തിൽ മനസ്സിലാക്കി, ഇതാണ് പടച്ചോനെ, ഇതാണല്ലോ ഈ സ്നേഹം എന്ന് പറയുന്നത്. ഈ ഭൂമിയും പ്രപഞ്ചവും ഒക്കെ പടച്ചോന്റെ സ്നേഹത്തിൽ, കാരുണ്യത്തിലാണല്ലോ ഉണ്ടായിരുന്നത്. ആ കാരുണ്യമാണല്ലോ യഥാർത്ഥത്തിൽ, ആ കാരുണ്യമാണ് നമ്മൾ എല്ലാവരും ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഈ കാരുണ്യത്തിനകത്താണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി നിൽക്കുന്നത്. അതൊന്ന് അള്ളാന്റെ സ്നേഹം എവിടെയെങ്കിലും ഒന്ന് കുറയുമ്പോഴത്തേക്ക് അത് പൊളിഞ്ഞു പോവല്ലതും. അള്ള ഉദ്ദേശിച്ച രീതിയിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതും അത് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മളോടുള്ള സ്നേഹത്തിന്, നമ്മളോടുള്ള കാരുണ്യത്തിന്റെ ഫലമായിട്ടാണ്. അതിൽ എന്തെങ്കിലും ഒരു സെക്കൻഡ് ഇങ്ങനെ ആകണം എന്നുള്ള ചിന്തിച്ചു കഴിഞ്ഞാൽ പോയി, നമ്മളെല്ലാവരും തകർന്നടിഞ്ഞു പോയി, ഭൂമിയേ ഇല്ല, പ്രപഞ്ചമേ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോ ആ സ്നേഹമാണ് എല്ലായിടത്തും. ആ സ്നേഹത്തിന്റെ ആ ഒരു ഋതമാണ് നമ്മൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ താളത്തിനകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുക എന്നുള്ളത്, അത് എന്റെ ഒരു ടീനേജിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റി എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഞാൻ. ഭയങ്കര ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്നിൽ കിട്ടിയ വേറൊരു സംഭവം എന്ന് വെച്ചാല് ആ ഒരു ചെറിയ പ്രായത്തിൽ, ആ ടീനേജില് ഞാന് ഈ പ്രണയം എന്നുള്ള വിഷയത്തിൽ ഞാൻ അങ്ങനെ വന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം, അതില് ഈ നമുക്ക് എല്ലാവർക്കും പിന്നെ ചില ആളുകളെ കാണുമ്പോ ഇഷ്ടം തോന്നിയെന്ന് വരാം, അല്ലെ?
ചില ആളുകളോട് നമുക്ക് പിന്നെ എന്താണ് അയാളോട് ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നിയിട്ടുണ്ടായിരിക്കാം. അപ്പോഴാണ് ഞാനൊരു സാധനം അറിയുന്നത്, എന്താ പറയാ, ഈ ആലമുൽ അർവാഹ് പറയണ്ടല്ലോ, ആലമുൽ അർവാഹ്, നമ്മളെ റൂഹുകളെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ഒരു സ്ഥലം, ഒരുമിച്ച് കൂട്ടുന്ന ഒരു സ്ഥലമുണ്ട്. റൂഹുകൾ എല്ലാം പടച്ചോന ആദ്യമേ നമ്മളെ ഭൂമിയിലേക്ക് വിടുന്നതിന് മുമ്പ് തന്നെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു സ്ഥലമാണ് ആലമുൽ അർവാഹ് എന്ന് പറയുന്നത്. അവിടെ നമ്മളെ ചുറ്റുവട്ടം ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിന്നിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ആ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അവർ ഈ ഭൂമിയിൽ എത്തുമ്പോൾ ചില ആളുകൾ ഭൂമിയിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും, ചില ആളുകൾ കാണുമ്പോൾ നമുക്ക് ഇയാൾ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നും. ഇങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് ഒരാളോട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അവിടെ നിന്നുള്ള കണക്ഷൻ ആയിരിക്കാം. അപ്പൊ ഞാൻ ആ രീതിയിലും കൂടെ അതിനെ ഫിക്സ് ചെയ്തു. അപ്പൊ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. എനിക്ക് എന്നോട് ഇഷ്ടം പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം തോന്നുന്ന ആളുകൾ എന്തായിരുന്നാലും ഈ ഒരു സാധനം അവിടെ അങ്ങനെ കൊണ്ടുവന്നു, അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹം, പടച്ചോനോടുള്ള സ്നേഹത്തിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റി. അതിങ്ങനെ കൂടുന്തോറും എനിക്ക് എന്താണ് സ്നേഹം എന്ന് തിരിച്ചറിയാൻ പറ്റി. ആ ഒരു തിരിച്ചറിവാണ് സത്യം പറഞ്ഞാല് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏജിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ആ ഒരു അള്ളാന്റെ സ്നേഹത്തെ തിരിച്ചറിയാനും എനിക്ക് എന്തും ചോദിക്കാം എന്ന് തോന്നുന്ന ആ ഒരു യാതൊരുവിധ കണ്ടീഷനും ഇല്ല, പക്ഷെ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പിന്നെ മൊമെന്റ്സിനെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ളതാണ്. അപ്പൊ നമ്മളെപ്പോഴും പിന്നെ സ്നേഹം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഉള്ളിലുള്ള നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു വേർഡിന് നമ്മൾ കൊടുത്തിട്ടുള്ള ചില മിസ്റ്റേക്സ് ഉണ്ട്. ആ മിസ്റ്റേക്സിനെയാണ് ആദ്യം അതെങ്ങനെയാണ് നമ്മളിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്, ആ സാധനത്തിനെയാണ് നമ്മൾ ആദ്യം ഇറേസ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഫ്രീ ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്നേഹം എന്താന്നുള്ളത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അള്ളഹാനോടുള്ള സ്നേഹം നമ്മൾ ഈ പറയുന്നുണ്ടല്ലോ, അള്ളഹാനോടുള്ള സ്നേഹം, എനിക്ക് അള്ളഹാനോടുള്ള സ്നേഹം, അള്ളാഹ്ക്ക് എന്നോടുള്ള സ്നേഹം എന്നുള്ളത്, അത് അത് അനുഭവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അത്രയും ആയി നിൽക്കണം എന്നുള്ളത്. എനിക്ക് മനസ്സിലായിട്ടുള്ളത് ബ്രെയിനിൽ നിന്ന് വരുന്നതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വരുന്നത് ഒരു ഫ്ലോ ആണ്. നമ്മൾ എത്രത്തോളം നമ്മൾ ഭയങ്കര എനർജറ്റിക് ആണെന്ന് പറയില്ല, ഞാൻ ഭയങ്കര എനർജറ്റിക് ആണ്, ആ എനർജി വരുന്നത് ബ്രെയിൻ ഭയങ്കര ഫുൾ എനർജി കിട്ടുമ്പോഴല്ല, മറിച്ച് ഹൃദയത്തിനകത്ത് സ്നേഹം വരുമ്പോഴാണ് നമുക്ക് എനർജി ഫീൽ ചെയ്യാറ്. എനിക്ക് അങ്ങനെയാട്ടോ ഫീൽ ചെയ്തത്. നമ്മുടെ ഹൃദയത്തിനകത്ത് സ്നേഹം, പടച്ചോനോടുള്ള സ്നേഹം ഇങ്ങനെ കുമിഞ്ഞു കൂടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് നമ്മൾ ഭയങ്കര പവർഫുൾ ആകുന്നത്, ഭയങ്കര എനർജറ്റിക് ആകുന്നത്, ഭയങ്കര പ്രൊഡക്റ്റീവ് ആകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പ്രണയിച്ചിരിക്കുന്ന ആളുകൾ, ഈ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പ്രണയിച്ചിരിക്കുന്ന ആളുകൾ, അവർക്ക് രാവും പകലും ഇല്ല നമ്മൾ പറയാറുണ്ട്. രാത്രിയൊക്കെ എത്ര നേരം വേണമെങ്കിലും അവർ ഇരുന്നോളും, 2 മണി 3 മണി ഒന്നും അവർക്ക് ഒരു പ്രശ്നമേ അല്ല. അതുപോലെ തന്നെ അവർക്കില്ലാത്ത പല പല കഴിവുകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. കവിത എഴുതുന്നുണ്ടാവും, കഥകൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും, കവിതകൾ രചിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും, പാടാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഭയങ്കര എനർജറ്റിക് ആയിരിക്കും അവര്. ആ ഒരു സമയം ഭയങ്കര എനർജി ഉണ്ടായിരിക്കും. അപ്പൊ ഹൃദയത്തിനകത്ത് നമുക്ക് സ്നേഹം അങ്ങോട്ട് ഫീലാകുമ്പോഴാണ് ആ സ്നേഹം എന്താകണം എന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അത് പിന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കുക എന്നുള്ളത്. നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോഴല്ല നമ്മൾ എനർജറ്റിക് ആവുന്നത്, നമ്മൾ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോഴല്ല നമ്മൾ എനർജറ്റിക് ആവുന്നത്, നമ്മൾ പവർഫുൾ ആവുന്നത്, നമ്മൾ പ്രൊഡക്റ്റീവ് ആവുന്നത്. നമ്മളുടെ ഹൃദയത്തിനകത്ത് സ്നേഹം അങ്ങനെ നിറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നത്. അങ്ങനെ ഹൃദയത്തിനകത്ത് സ്നേഹം നിറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കുന്നത്. നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ ശ്രദ്ധിച്ചാൽ അറിയാം, ദീനിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ഹൃദയം എപ്പോഴും പഠിച്ചവനോടുള്ള നന്ദിയും കൊണ്ട് ഇങ്ങനെ സ്നേഹം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിട്ടുള്ളതായിരിക്കും. അങ്ങനെ അങ്ങനെ വല്ല ആളുകളും ഉണ്ടെങ്കിൽ ഒന്ന് ഉദാഹരണം നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ തന്നെ അങ്ങനെയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോ ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു കാലഘട്ടം, ഈ ടീനേജ് എന്ന് പറയുന്നത് നമ്മൾ കടന്നു പോയിട്ടുണ്ടായിരിക്കും, നമ്മളിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും കുറച്ചു കാലം കഴിയുമ്പോൾ റിഗ്രറ്റ് ചെയ്തുകൊണ്ടോ ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, ഇങ്ങനെ ചെയ്തു പോയല്ലോ എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാതെ ആ ഒരു സമയത്ത് നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു സാധനം നാളേക്കുള്ള ഒരു 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 എന്റെ ഒരു ഫൗണ്ടേഷൻ ആണ്. എനിക്ക് ഇവിടെ നിന്നും പല കാര്യങ്ങളും ചെയ്തെടുക്കാനുണ്ട്. എന്റെ ചിന്തകൾ കുറേ സാധനങ്ങൾ, പുതിയ പുതിയ സാധനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും, നമ്മുടെ ചിന്തകളിലേക്ക് വരും. അതൊക്കെ തന്നെയും എനിക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനും അവിടെ എന്താ പറയാ ഈ രീതിയിൽ അല്ലായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് അവിടെ ഉണ്ടാക്കാനും സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളേക്കുമുള്ള ആ ഒരു ഫൗണ്ടേഷൻ, നേരത്തെ പറഞ്ഞ പോലെ നാളേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭയങ്കര ഒരു അടിത്തറ പാകലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്.
ആ ഒരു കാലം എനിക്ക് ഓർക്കുമ്പോൾ വളരെ സന്തോഷവും അതുപോലെ തന്നെ ആ ഒരു ബ്ലസ്ഡ് ആണ് തോന്നുന്നതും പ്രൗഡാണ് തോന്നുന്നതും ഗ്രേറ്റ്ഫുൾ ആകുന്നതും ഒക്കെ ആ ഒരു ഏജിൽ എനിക്കത് കിട്ടിയത് കൊണ്ടാണ്. ആ ഒരു സ്നേഹം പഠിച്ചുകൊണ്ടത് എന്താണ് എന്ന് തിരിച്ചറിയാൻ അവനോട് അങ്ങോട്ടുള്ള സ്നേഹവും തിരിച്ച് അത് എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നു എന്നുള്ളൊരു മൊമെന്റിലേക്ക് എത്തിയപ്പോഴാണ് ഇതിലാണ്. ഏഹ് ഈ ഒരു ഏട് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എന്റെ അനുഭവത്തിന്റെ 6ാമത്തെ ഭാഗം ഞാൻ ഈ ഒരു സാധനം പറയണം എന്ന് ചിന്തിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഏഹ് എനിക്കിത് ഒരുപാട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് ഒരുപാട് പ്രധാനപ്പെട്ട ഒരു സമയമാണ് എന്നുള്ളതുകൊണ്ട് പലപ്പോഴും ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ തന്നെ അവർ പറയാറുള്ള ഒരു സാധനമാണ്. എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, എന്താ അത്രയും ചെറിയ പ്രായത്തിൽ നിങ്ങൾ, ഞാൻ ആദ്യമായിട്ടാണ് ഈ 18 വയസ്സുള്ള ആള് ഇസ്ലാമിക്ക് വന്നത് അറിയണം, അങ്ങനെയൊക്കെ പറയാറുണ്ട് കുട്ടികൾ എന്നോട്. അപ്പം പക്ഷെ അപ്പൊ ഞാൻ വിചാരിക്കും അത്രയും ഞാൻ പക്വതയില്ലേ എന്നൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. പക്വത എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സീരിയസ് ആവുന്നതല്ല, ഒരു വിഷയത്തിൽ നമുക്ക് ഏറ്റവും നല്ല നിലപാടുകൾ എടുക്കാൻ കഴിയുന്നതാണ് പക്വത എന്ന് പറയുന്നത്. അപ്പോ എനിക്ക് ആ പ്രായത്തിൽ അത് എല്ലാ വിഷയത്തിലും അൽഹംദുലില്ലാ കിട്ടിയിരുന്നു എന്നുള്ളത് അതെല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെയൊക്കെ പക്വതയ്ക്ക് പകരം പക്വത എന്നുള്ളതിന് നമ്മൾ മീനിങ് കൊടുക്കാറുള്ളത് നമ്മൾ സീരിയസ് ആവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു അത് പലപ്പോഴും ഫേക്ക് പിന്നെ പൊളിഞ്ഞു പോകാറുള്ളത്. അതിന്റെ കറക്റ്റ് മീനിങ്ങിലേക്ക് എത്താൻ പറ്റാത്തതെന്ന് തോന്നുന്നു. അപ്പോ ഈ ഒരു പിന്നെ ഏടിനെ ഞാൻ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതെപ്പോഴും ഞാൻ എപ്പോഴും ഓർത്തെടുക്കാറുള്ള എൻ്റെ 3 വർഷക്കാലമാണ്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷത്തിൽ ഞാൻ എങ്ങനെ പഠനം നടത്തി എന്നുള്ളതാണ്. ഈ 3 വർഷവും എൻ്റെ പഠനത്തിന്റെ ഓരോ ലെവലുകൾ എന്തായിരുന്നു എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു ക്ലാസ്സിലേക്കും നിങ്ങൾ എല്ലാവരും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ, നിങ്ങളുടെ എല്ലാം ടീനേജ് എങ്ങനെയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കുള്ള സമയമാണ്.